അങ്ങനെ ഇപ്പോൾ നമുക്ക് ഡെഡ്പൂൾ വെസ് ഓൾഡ് മാൻ ലോഗൻ എന്ന കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. പക്ഷേ പോകുന്നതിന് മുമ്പ് ഇതിന് മുമ്പുള്ള പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. ഇപ്പോൾ ആ ജെൻഫോമിലെ ഒരു പട്ടാളക്കാരൻ തൻ്റെ പേര് ഏജൻറ്റ് ഹർട്ട് എന്നാണെന്നും ഞങ്ങൾക്ക് മാഡി എന്ന പെണ്ണിനെ മാത്രം മതിയെന്നും ആ മാഡിയെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നിനക്കറിയാമെന്ന് ഞങ്ങൾക്കറിയാമെന്നും മര്യാദയ്ക്ക് ആ മാഡി എങ്ങോട്ടാണ് പോയതെന്ന് ഏജൻറ്റ് ഹർട്ട് വോൾവറിനോട് ചോദിച്ചതും അന്നേരം തന്നെ വോൾവറിന് ആ പെണ്ണ് എങ്ങോട്ടാണ് പോയതെന്ന് തനിക്കറിയില്ല എന്നും പക്ഷെ നിനക്കൊന്നും അവളെ പിടിക്കുവാൻ സാധിക്കില്ല എന്ന് ഏജൻറ്റ് ഹർട്ടിനോട് പറഞ്ഞ് ഏജൻറ്റ് ഹർട്ടിൻ്റെ മുഖത്തിനിട്ട് വോൾവറിന് ഇടി കൊടുത്തിട്ട് ബാക്കിയുള്ള പട്ടാളക്കാരോടും വോൾവറിൻ ഫൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഏജൻറ്റ് ഹർട്ടും ബാക്കിയുള്ള പട്ടാളക്കാരും ഈ വോൾവറിനോട് ഫൈറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നത് വെറുതെ സമയം കളയത്തുള്ളൂവെന്നും ആ നേരത്ത് മാഡിയെ പിടിക്കുവാൻ പോകുന്നതാണ് നല്ലതെന്നും പറഞ്ഞ് അവരെല്ലാവരും വോൾവറിനോട് ഫൈറ്റ് ചെയ്യുന്നത് നിർത്തി ഹെലികോപ്റ്ററിൽ കയറി അവിടുന്ന് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ഡെഡ്പൂളിനെയും മാഡിയെയുമാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ അവർ രണ്ടുപേരും ഒരു ടൗണിലേക്ക് ഓടിക്കയറുകയാണ്. ഇപ്പോൾ ആ ടൗണിലേക്ക് ഓടിക്കയറിയ മാഡിയെ തള്ളിയിട്ടിട്ട് ഞാൻ നിന്നെ പിടിച്ചുവെന്ന് പറഞ്ഞ് ഡെഡ്പൂൾ സന്തോഷിച്ച് നിൽക്കെ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് ജെൻഫോമിലെ കുറച്ച് പട്ടാളക്കാർ വന്നതും അപ്പോൾ തന്നെ ആ പട്ടാളക്കാർക്കിട്ടെല്ലാം നല്ല സ്റ്റൈലായി അടിയും വെടിയും കൊടുത്ത് ഡെഡ്പൂൾ അവരെല്ലാം കൊന്നിട്ട് അവിടെ നിന്ന് മാഡിയെയും കൊണ്ട് ഡെഡ്പൂൾ മാറിപ്പോവുകയാണ്. ഇതേ സമയം ആ ടൗണിൽ വന്ന് മാഡിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വേറെ പട്ടാളക്കാരെ നമ്മുടെ വോൾവറിനും അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുകയാണ്. പിന്നീട് ഇതേ സമയം ആ ടൗണിൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്ന ഡെഡ്പൂളിനെയും മാഡിയുമാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ മാഡിയാണെങ്കിൽ നീ എന്തിനാണ് തൻ്റെ പുറകെ വരുന്നതെന്നും നീ ആരാണെന്ന് ഡെഡ്പൂളിനോട് ചോദിച്ചതും എൻ്റെ പേര് ഡെഡ്പൂൾ എന്നാണെന്നും ഞാൻ നിന്നെ സഹായിക്കാനാണ് ഇവിടെ വന്നതെന്ന് മാഡിയോട് പറഞ്ഞിട്ട് എന്താണ് നിൻ്റെ പേരെന്ന് മാഡിയോട് ചോദിച്ചതും തൻ്റെ പേര് മാഡി എന്നാണെന്നും തൻ്റെ അടുത്ത് നിൽക്കുന്നത് നിനക്ക് അപകടമുണ്ടാക്കുമെന്നും തൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയിക്കോളാൻ മാഡി ഡെഡ്പൂളിനോട് പറഞ്ഞതും താൻ നിന്നെ സഹായിക്കാനാണ് ഇവിടെ വന്നതെന്നും ഒരു എക്സ് അവെഞ്ചർ ആയതുകൊണ്ടും പിന്നെ തൻ്റെ കൂട്ടുകാരനായ വോൾവറിൻ തന്നോട് പറഞ്ഞത് കൊണ്ടുമാണ് താൻ നിന്നെ സഹായിക്കാൻ വന്നതെന്നും താൻ തിരിച്ചു പോകില്ല എന്നും ഡെഡ്പൂൾ മാഡിയോട് പറയുന്നുണ്ടെങ്കിലും തനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നും മര്യാദയ്ക്ക് തൻ്റെ അടുത്ത് നിന്ന് പോകുവാൻ പറഞ്ഞ് മാഡി ഡെഡ്പൂളിനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കെ അവിടെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ആരോ നിൽക്കുന്നതായി മാഡിയും ഡെഡ്പൂളും കാണുകയാണ്. അത് നമ്മുടെ വോൾവറിനായിരുന്നു. എന്നാൽ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കൂർത്ത കമ്പി കഷ്ണം പുറകിലൂടെ പറന്നു വന്ന് വോൾവറിനെ കുത്തിയതും ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വോൾവറിൻ താഴേക്ക് വീഴുകയാണ്. അന്നേരം തന്നെ എവിടെ നിന്നോ ഒരു ബൈക്ക് വന്ന് അവിടെ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഡെഡ്പൂളിനെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അന്നേരം തന്നെ ഇതെല്ലാം താൻ കാരണമാണ് സംഭവിച്ചതെന്നും തൻ്റെ അടുത്ത് ആര് വന്നാലും അവർ അപകടത്തിൽപ്പെടുമെന്നും തന്നെ തേടി നിങ്ങളിനി തൻ്റെ പുറകെ വരരുതെന്ന് വീണ് കിടക്കുന്ന വോൾവറിനോടും ഡെഡ്പൂളിനോടും പറഞ്ഞ് മാഡി അവിടുന്ന് ഓടിപ്പോവുകയാണ്. പക്ഷെ നമ്മുടെ വോൾവറിൻ തൻ്റെ ദേഹത്തു നിന്ന് മറ്റേ കമ്പി ഊരി മാറ്റിയിട്ട് ആ മാഡി എന്ന പെണ്ണിൻ്റെ പുറകെ പോകാൻ തുടങ്ങിയതും അപ്പോൾ തന്നെ ആ പെണ്ണിന് നമ്മുടെ സഹായമൊന്നും വേണ്ടായെന്നും അവളെ സഹായിക്കാൻ ചെന്നാൽ അവൾ നമ്മളെ ഓടിച്ചു വിടാൻ നോക്കത്തേ ഉള്ളൂവെന്ന് ഡെഡ്പൂൾ വോൾവറിനോട് പറഞ്ഞതും അന്നേരം തന്നെ മാഡി ഒരു ചെറിയ പെൺകുട്ടിയാണെന്നും അവൾക്ക് നമ്മൾ പറയുന്നതൊന്നും പെട്ടെന്ന് മനസ്സിലാകത്തില്ല എന്നും നമ്മൾ അവളെ സഹായിക്കണമെന്ന് വോൾവറിൻ ഡെഡ്പൂളിനോട് പറഞ്ഞിട്ട് അവിടേക്ക് വന്ന ജെൻഫോമിലെ പട്ടാളക്കാരോട് ഫൈറ്റ് ചെയ്തിട്ട് ഡെഡ്പൂളിനെ നേരത്തെ ഇടിച്ച് തെറിപ്പിച്ച മറ്റേ ബൈക്കിൽ കയറി നമ്മുടെ ഡെഡ്പൂളും വോൾവറിനും ഒന്നിച്ച് മാഡിയെ കണ്ടെത്തുവാനായി പോവുകയാണ്. ആ പോകുന്നതിനിടയിൽ ശരിക്കും ആരാണ് ഈ മാഡി എന്ന് ഡെഡ്പൂൾ വോൾവറിനോട് ചോദിച്ചതും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒമേഗ ലെവൽ മ്യൂട്ടൻ്റാണ് മാഡി എന്നും അവൾക്ക് മനുഷ്യന്മാരെ ഒഴിച്ച് ബാക്കിയുള്ള ജീവനില്ലാത്ത വസ്തുക്കളെ ടെലിപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുമെന്നും എന്നാൽ അവൾ ഒരു ചെറിയ പെണ്ണായതുകൊണ്ട് അവളുടെ ഉള്ളിലുള്ള പവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ അവൾക്ക് സാധിക്കില്ല എന്നും അവൾക്ക് അവളുടെ കഴിവുകളെ നിയന്ത്രിക്കുവാൻ സേവിയർ സ്കൂളിലേക്ക് മാഡിയെ കൊണ്ടുപോകണമെന്നും ചിലപ്പോൾ മാഡിക്ക് പെട്ടെന്ന് അവളുടെ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത് കാരണമായിരിക്കും ഈ ബൈക്ക് നേരത്തെ നിന്നെ ഇടിച്ചു തെറിപ്പിച്ചതും പിന്നെ മറ്റേ കമ്പി തൻ്റെ ദേഹത്ത് കുത്തി കയറിയതെന്നും താൻ കുറേ നാളുകളായി ഈ മാഡിയുടെ പുറകെ ആയിരുന്നുവെന്നും ഈ ജെൻഫോമിലെ ആളുകൾ മാഡിയുടെ പവർ ഉപയോഗിച്ച് വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യുവാനാണ് നോക്കുന്നതെന്നും നമ്മൾ മാഡിയെ രക്ഷിക്കണമെന്നും വോൾവറിൻ ഡെഡ്പൂളിനോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വോൾവറിനും ഡെഡ്പൂളും ഇപ്പോൾ മാഡിയെ കണ്ടെത്തുമെങ്കിലും ജെൻഫോമിലെ ആളുകൾ മാഡിയെ ബോധം കെടുത്തി മറ്റേ ഹെലികോപ്റ്ററിൽ കയറ്റി അവിടുന്ന് കൊണ്ടുപോവുകയാണ്. വോൾവറിനും ഡെഡ്പൂളും അവരെ തടയുവാനായി നോക്കുമെങ്കിലും ഹെലികോപ്റ്ററിലെ തോക്കുകൾ ഉപയോഗിച്ച് വോൾവറിനെയും ഡെഡ്പൂളിനെ തുര വെടിവെച്ച് വീഴ്ത്തിയിട്ട് ആ പട്ടാളക്കാർ മാഡിയും കൊണ്ട് അവിടുന്ന് പോവുകയാണ്.